അല്ലണ്ണന്റെ അപ്പ തന്നെ ഇവളെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞേ, മോളെ അവൻ പറഞ്ഞേക്കുന്നത് നിന്നെ സ്നേഹത്തോടെ വിളിച്ചോണ്ട് വന്ന് കൊല്ലാനാണെന്നാ. അപ്പായിക്ക് അതിന് എന്ന് വെച്ചാൽ അന്ന് അപ്പായിക്ക് അവളോട് നല്ല സ്നേഹമായിരുന്നു. അപ്പായിക്ക് അതിനൊരു താല്പര്യമില്ല. എന്തുവാന്ന് വെച്ചാൽ മോളുടെ കാര്യം തീരുമാനിച്ചോളാൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരെ താമസിക്കുമ്പോൾ പലതരത്തിലുള്ള പേരുകളും വരും, പല പേരുകളും വരാം. അവിടുന്ന് തിരിച്ച് പിന്നെ അനിൽ ഏതോ ഒരു കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞു. അയാൾ ആവശ്യമില്ലാതെ അവിടെ കടന്ന് വട്ടം കറങ്ങുന്നു. അയാൾ അധികാരം സ്ഥാപിക്കാൻ വരുന്നു. എന്തുവായിരുന്നു അത്ര പേര്? പക്ഷേ അത് ഒരിക്കലും ഇല്ല. ഈ അണ്ണൻ തന്നെ അവിടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ മോശമായിട്ട് പറഞ്ഞല്ലോ, അണ്ണൻ തന്നെ അത് വരുത്തി വെച്ചത് കാരണം അണ്ണൻ തന്നെ. കാരണം അയാളെ പോയി വിളിച്ചോണ്ട് വന്നിട്ട് പറയാം, അതാണ്ട് മുരുകണ്ണൻ നിൽക്കുന്നു, ഇനി മുരുകണ്ണന്റെ സാക്ഷി ഞാൻ അമ്മ എടുത്ത് പറഞ്ഞ് ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, കുടിക്കത്തുമില്ല, അവള് അടിക്കത്തുമില്ല, ഒരു പ്രശ്നം വീട്ടിൽ ഒരു വഴക്കും ഉണ്ടാകത്തില്ല, അമ്മ വിശ്വസിച്ച് പോകുന്നു പറഞ്ഞ് ആ അണ്ണന്റെ സാക്ഷി നിർത്തി ആ അണ്ണനെ വിളിച്ചോണ്ട് വന്നിട്ട് അമ്മയെ കൊണ്ട് സാക്ഷി നിർത്തി കൊണ്ടുപോയത്. അല്ലാതെ അമ്മ പറഞ്ഞു ഇനി അമ്മയ്ക്കൊന്നും അറിയത്തില്ല, അമ്മയ്ക്ക് ആ അണ്ണനെ അറിയത്തു പോലും ഇല്ല. ഈ 2 കൊല്ലമായിട്ട് കാരണം വന്നതിന് ശേഷം അമ്മ വെള്ളിമല താമസിക്കുന്നു, ഇത് പ്ലാച്ചേരി ഒത്തിരി വ്യത്യാസമുണ്ട്. അമ്മയ്ക്ക് എങ്ങനെ അറിയാം ഈ ആളെ ഇവിടെ താമസിക്കുന്നത്? അതും തമിഴ്നാട്ടിലുള്ള ആള്, അവിടെ വന്ന് ടാപ്പിങ്ങിന് വന്ന് കിടക്കുന്ന ആള്, അവരെയൊക്കെ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അപ്പൊ അയാള് കുറച്ചൊരു ഷോ കാണിക്കും അവിടെ. അവൻ കുറെ ഷോ കാണിക്കുന്നുണ്ട്. എന്റെ ഭാഗത്ത് എന്റെ ഭാര്യ നോക്കുന്നു ഞാൻ കുറ്റപ്പെടുത്തുന്നു ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭാര്യ അവൻ കുറ്റപ്പെടുത്തുന്നു നോക്കുന്ന കണ്ണടയ്ക്കുന്ന ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷെ അവിടെ ഏത് കാര്യം അല്ല അതല്ല പറഞ്ഞു. ഈ ആ തള്ള അവിടെ അമ്മ പറയുന്നത് നോക്കിക്കോണേ, അവൻ പോയി കഴിയുമ്പോ കാര്യങ്ങള് അനില് വിളിച്ചോണ്ട് വന്ന് ഞാൻ 10 കൊല്ലം കൊണ്ടുപോയി അന്യനാട്ടിൽ അവിടെ എല്ലാം എന്റെ ഭാര്യയെ ഭദ്രമായിട്ട് എനിക്ക് കൊണ്ടു നടക്കാന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ വീണ്ടും പഠിക്കു വരുമ്പോഴാണ് എനിക്ക് എന്റെ ഭാര്യയെ നോക്കാൻ വേറൊരു സപ്പോർട്ട്. അങ്ങനെയല്ല, അയൽക്കാരെ കുടിച്ചു കഴിയുമ്പോഴല്ലേ എല്ലാത്തിനും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. സമ്മതിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് എല്ലാം അബദ്ധം പറ്റിപ്പോയാണ് കള്ളം പറയുന്നത്. എന്തൊരു മക്കളെ കള്ളം പറയുന്നു, കള്ളം പറയേണ്ട ആയത് എന്തിനു കള്ളം പറയുന്നു? മോനെ മോൻ തിരക്കി പോയപ്പോൾ നിങ്ങൾ എല്ലാവരും മോൻ അവിടെ ഇല്ലായിരുന്നെന്ന് പറഞ്ഞില്ലേ? മോൻ ജോലി സ്ഥലത്തെന്ന് പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, പെട്ടെന്ന് എന്റെ വായിന്ന് വീണ. മോൻ എന്തിനു കള്ളം പറയുന്നു? മക്കൾ ജീവിക്കാൻ വരുന്നതല്ലേ ഞങ്ങളുടെ വീട്ടില്? മോൻ കള്ളം പറയല്ല അങ്ങനെ. നിങ്ങൾ 2 പേരും ഒരുപോലെ ജീവിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. മോൻ അത് കള്ളം പറയല്ലേ കേട്ടോ. 2 പേരും വേറെ തിരിഞ്ഞ് പോകാനല്ല. പിന്നെ സ്കൂളിൽ ഞാൻ വിലക്കെന്നുള്ള കാര്യം സ്കൂളിൽ ഇങ്ങനെ മോശമായ രീതി കുട്ടികളുടെ അടുത്ത് സംസാരിച്ച്, അതുകൊണ്ട് ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഒരു HMO-ആയിട്ട് ഞാൻ ശകലം സംസാരിച്ചൊരു ചെറിയൊരു പ്രശ്നം വരെ അവിടെ നിന്ന് എനിക്ക് അസംബ്ലിയിൽ ഞാൻ ശരിക്കും അവമാനം ഞാൻ സഹിച്ചതാണ് അവിടെ ആ സ്കൂളിൽ നിന്ന്. എന്തോ കുഞ്ഞുങ്ങളെ മോള് കാണണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് മോളെ കൊണ്ടുപോയി കാണിച്ച്, മോള് കരഞ്ഞിട്ടും ആ HMO കുഞ്ഞിനെ കൊണ്ടുപോയി കാണിച്ചെന്നുള്ളത്. അതിന് ഞാൻ ഇച്ചിരി സംസാരിച്ചപ്പോൾ ചെറിയൊരു വിഷയമൊക്കെ ഉണ്ടായി. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണിക്കണ്ട. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല ഒരു HMO വിളിച്ചോണ്ട് വരത്തില്ല. കുട്ടി കാണാൻ താല്പര്യമില്ല ഒരു HMO വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒന്നും വേറെ സെപ്പറേറ്റ് ചോദിച്ചോ കുഞ്ഞുങ്ങളുടെ അടുത്ത് കുഞ്ഞുങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നോ ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്തൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള അറിവുകൾ അതുങ്ങൾക്കുണ്ട്. എന്നറിയാവോ, എന്തെല്ലാം നിങ്ങൾ വഴക്കുണ്ടാക്കിയാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെന്ന് നിങ്ങൾക്ക് മാറ്റി പറയാനേ പറ്റത്തില്ല. അതൊരിക്കലും ഇല്ല. ആ കൊച്ചുങ്ങളുടെ തന്തയെന്ന് പറഞ്ഞാൽ അനിൽ തന്നെയാണ്. അത് ആണ്. അപ്പൊ ആ സ്നേഹം നിഷേധിക്കാനുള്ള അവകാശം ഈ ലോകത്ത് ആർക്കും ഇല്ല. ഞാൻ ജീവിതം എന്റെ മക്കളെ അപ്പ ഇല്ലാതെ മറ്റൊരുത്തിനെ അപ്പാന്ന് വിളിപ്പിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ എന്റെ കുഞ്ഞ് അവിടെ തന്നെ വേറെ ഒരുത്തിനെ വിളിക്കുക അച്ചാച്ചാന്ന്. ഞാൻ സ്വന്തം രക്തം എന്റെ രക്തത്തിൽ വരുന്ന എന്റെ കുഞ്ഞ് വേറെ ഒരുത്തിനെ വിളിക്കുക അച്ചാച്ചാന്ന്. അവൻ ഏതാന്ന് പോലും എനിക്കറിയത്തില്ല. ഓഫീസിലിരുന്നുകൊണ്ട് തന്നെ ആരാന്ന് എന്റെ റബീർ തരുത്തൻ വേറെ ഒരുത്തിനെ വിളിക്കുക അച്ചാച്ചാന്ന് കൊണ്ട് അവന്റെ വല്ലോട്ട് പോകുന്നു. എന്റെ രക്തത്തിൽ വരുന്ന എന്റെ കണ്ണ് നടന്ന് വെളിയിൽ പോയാൽ ആരാന്ന് എനിക്കറിയില്ല. അവരുടെ കൂടെ വന്ന 3 ആളുകൾ ആരുടെ കൂടെ വന്നു ഇവരുടെ എന്തുകാരാന്ന് എനിക്കറിയത്തില്ലോ. ഇതൊക്കെ ഈ പരാതിയില്ലാത്ത കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത്. കണ്ട കാര്യം വന്നപ്പോ എന്റെ സഹോദരാ,
ഈ സംശയരോഗിയുടെ കൂടെ വിടുന്നില്ല ഈ കൊച്ചിനെ. അച്ചാച്ചൻ എന്ന് പറയുന്നത് ഇപ്പൊ മൂത്തത് വിളയതും ആവുമ്പം അങ്ങനല്ലേ? പിന്നെ മൂത്തച്ഛനൊന്നും വലിയച്ഛനൊന്നും പല പ്രദേശങ്ങളിൽ പല രീതിയിൽ വിളിക്കും. അങ്ങനെ അവൾ എന്റെ കുഞ്ഞെന്ന് മാത്രം പറയാൻ കാരണം എന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനില്ല എന്റെ കുഞ്ഞെന്ന് പറ. നിങ്ങൾ നിങ്ങൾ മാന്യമായ രീതി ന്യായമായ രീതി ന്യായത്തോടെ നിങ്ങൾ സംസാരിക്കണം. ഇപ്പൊ അവിടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം ആവുന്നല്ലേ ഉള്ളൂ. അതിന് മുമ്പല്ലേ നിങ്ങൾ ഞാനും കൂടെ പിണങ്ങി പിരിഞ്ഞത്. ഞാൻ ഉള്ള കുഞ്ഞൊന്നും അല്ല. എനിക്ക് എന്റെ ജീവിതം എനിക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഇന്ന് എനിക്കുണ്ട് കേട്ടോ. 5 കൊല്ലമായില്ല ഈ കഴിഞ്ഞിടയ്ക്കല്ലേ റേഷൻ കാർഡ്. എന്റെ റേഷൻ കാർഡല്ലേ ബലം പിടിച്ചു വെച്ചാൽ എനിക്ക് എന്റെ നാട്ടിൽ ഒരു വോട്ടില്ല. ഒരു പാസ്പോർട്ട് എടുക്കാൻ റേഷൻ കാർഡിന്റെ പേര് വെട്ടിക്കുറച്ചോണ്ട് നിങ്ങൾ കൊണ്ടുപോകും. നിന്റെ പേര് ഞാൻ വെട്ടിക്കുറച്ച് തന്നേക്കാം. എന്റെ പിള്ളേരില്ല, എന്റെ പിള്ളേരുടെ പേര് എനിക്ക് കുറഞ്ഞ നോക്കുക. ഞാൻ വെട്ടിക്കുറച്ച് തരത്തില്ല. നിങ്ങൾക്ക് വേണം നിങ്ങളുടെ റേഷൻ കാർഡ് നിങ്ങളെ പേര് തന്നാലല്ലേ പറ്റുള്ളൂ. നീ അതിനകത്ത് ഞാൻ ഏക്കുന്നത് തന്നാലല്ലേ പറ്റുള്ളൂ. തിരക്ക് റേഷൻ കാർഡ് നിസ്സാരം. റേഷൻ കാർഡ് എന്റെ അമ്മയെ എന്റെ അപ്പനെ വിട്ട് കഴിഞ്ഞാൽ നീ കൊടുക്കത്തില്ല, നീ അവിടെ കാണത്തില്ല. നിന്റെ അമ്മ അങ്ങനെ പറയും ഇവിടെ അറിയത്തില്ല. എനിക്ക് ഇറങ്ങി ജോലിക്ക് പോയാലേ ഇവരെന്നും ഞാൻ വിടാൻ പറ്റും. കടയിലെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നും ഞായറാഴ്ച വരെ ദിവസങ്ങൾ എനിക്ക് അവിടെ ഒരു ദിവസം പോലും എനിക്ക്